ജയകൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. ജയകൃഷ്ണൻ തണ്ണിത്തോട് SFIയുടെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് കേട്ടോ. ജയകൃഷ്ണൻ ഗുഡ് മോർണിംഗ്. ജയകൃഷ്ണൻ, 10 വർഷം മുമ്പ് നടന്ന സംഭവമാണോ ജയകൃഷ്ണൻ? ഇതാണ് 13 വർഷത്തോളമായി. 13 വർഷം. അന്ന് ഇയാൾ കോന്നി CA ആയിരുന്നു അല്ലേ? അതെ, അന്ന് കോന്നി CA ആയിരുന്നു. മധുബാബു. അതെ. ഓക്കെ, എന്താ സംഭവം? അന്ന് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയത് എന്തിനാ? യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഇത് ഞാൻ കൊടുത്ത പരാതിന്മേലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അതിന്മേലൊരു ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം എനിക്കിന്ന് 19 വയസ്സോ മറ്റോ പ്രായമേ ഉള്ളൂ. അത് ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. പക്ഷെ എനിക്കെതിരെ ഒരു ചെറിയ കേസുകൾ പോലും വന്നില്ല. അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് രാത്രി ഒരു 12 മണിക്ക് ഒരു സംഘം പോലീസുകാർ വീട്ടിലേക്ക് വരുന്നു. വീടിന്റെ കതകിനെ തട്ടി അമ്മ വാതിൽ തുറന്നു. മകൻ എന്ത് ചെയ്യാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങി ചെല്ലുന്നു. എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ക്രൂരമായിട്ട് എന്നെ മർദ്ദിക്കുകയാണ്. എന്താണ് കാരണം പറയുന്നില്ല. അപ്പൊ അമ്മ പെട്ടെന്ന് ഭയന്നു പോയി. എന്നെ അവിടുന്ന് തന്നെ ഉടനെ വണ്ടിയിലോട്ട് കയറ്റി നേരെ കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ലോക്കപ്പിലോട്ട് എന്നെ കയറ്റിയത് മാത്രമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മയുള്ളൂ. ലോക്കപ്പിൽ ഒരു ബെഞ്ചിലേക്ക് എന്നെ കിടത്തി. ബെഞ്ചിൽ ബാക്കിയുള്ള അബോധാവസ്ഥയല്ല, ബെഞ്ചിലേക്ക് കിടത്തി. അതിനുശേഷം ഒരു ചൂരൽ കൊണ്ട് കാലിന്റെ വെള്ളയാകെ അടിച്ചു പൊട്ടിച്ചു. ഇപ്പോഴും എന്റെ കാലിൽ ഒരു 3ഓളം വരുന്ന പാടുകൾ ഇപ്പോഴും ഉണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ പാട് അവശേഷിക്കുന്നുണ്ട്. ഈ അടിക്കുമ്പോഴൊക്കെ പറയുന്നില്ല എന്തിനാ പിടിച്ചോണ്ട് പോയെന്ന് പറയുന്നില്ലേ ജയകൃഷ്ണൻ? അദ്ദേഹം പറയുന്നില്ല. എന്തിനാ എന്നെ ആ സമയം എന്റെ പേര് കുറ്റങ്ങളില്ല. എന്റെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം ഈ സംഭവത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ അതായത് അന്ന് വൈകുന്നേരം 7 മണിക്ക് ദേശാഭിമാനിയുടെ വാർത്ത കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ പോയതാണ് 7 മണിയോട് കൂടി. അന്ന് ഈ ഉദ്യോഗസ്ഥനെ കണ്ട് സംസാരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം എന്നിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്റെ കാലിന് വെള്ളം അടിച്ചു പൊട്ടിക്കുന്നു. ചെവി രണ്ടും പൊത്തി അടിക്കുന്നു. ചെവിയുടെ ഡയഫ്രം പൊട്ടി ചെവിക്കകത്ത് നിന്ന് ചോര വരുന്നു. അതിനുശേഷം കണ്ണിലും ദേഹമാസകളിലും മുളക് പൊടി സ്പ്രേ ചെയ്യുന്നു. ബ്രൂട്ടലായ മർദ്ദനം. ഷൂ ഒക്കെ ഇട്ട് മുഖത്ത് ചവിട്ടി ചുണ്ടൊക്കെ. FIR എന്തെങ്കിലും കിട്ടോ ജയകൃഷ്ണനെതിരെ? അന്ന് തൊട്ട് ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ജയകൃഷ്ണനെതിരെ അന്ന് FIR ഇട്ടോ ഈ അടിച്ചു കഴിഞ്ഞിട്ട്? അതായത് എന്നെ പോലീസ് മർദ്ദിച്ചതിന് ശേഷം കോന്നിയിൽ പിന്നീട് പാർട്ടി പ്രവർത്തകരെല്ലാം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. ഇതെന്താണ് ഒരു കാരണവുമില്ലാതെ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതിൽ പ്രതിഷേധിച്ച് പാർട്ടി പ്രവർത്തകരെല്ലാം പോലീസ് സ്റ്റേഷൻ വളഞ്ഞപ്പോൾ അവിടെ കേസുകളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ മധുബാബു എന്നെ നേരെ അവിടെ നിന്ന് പത്തനംതിട്ട സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പത്തനംതിട്ടയാണ്, ഞാൻ കാതോലിക്കറ്റ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ അവിടെ പരിശോധിക്കുമ്പോൾ അവിടെയും പത്തനംതിട്ട DYSP വരുന്നു. DYSP വരുമ്പോൾ എന്റെ പേരിൽ കേസുകളൊന്നുമില്ല. അപ്പൊ DYSP മധുബാബുവിനോട് പറയുന്നു, എന്റെ പേരിൽ കേസുകളില്ലാത്തതുകൊണ്ട് തന്നെ ഈ പ്രതിയെ ഇവിടെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, അദ്ദേഹത്തെ വിടുകയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂട്ടിച്ചേർത്ത് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ DYSPയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എന്നെ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ എനിക്ക് ഡോക്ടർ പ്രാഥമികമായ ചികിത്സ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കോന്നിയിലേക്ക് വന്ന് എന്നെ കണ്ടാൽ അറിയാവുന്നവരുടെ പ്രതിപട്ടികയിൽപ്പെടുത്തി ഏതാണ്ട് നിരവധിയാണ്. 16 ആണോ എന്റെ ഓർമ്മയിൽ കറക്റ്റ് അല്ല. അത്രയും കേസിൽ പ്രതിയാക്കി 3.5 മാസം ജയിലിലടക്കി. അതായത് അതെല്ലാം ഈ രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നോ ആ കേസുകളെല്ലാം? അതെ, എല്ലാ രാഷ്ട്രീയ സമരം, വ്യക്തിപരമായ ഒരു കേസുകൾ പോലും ഇല്ല. എല്ലാ രാഷ്ട്രീയ സമര കേസുകളും. ഇയാൾക്ക് എന്താ ഇത്ര വൈരാഗ്യം ജയകൃഷ്ണനോട് വരാനുള്ള കാരണം? അങ്ങനെ എന്തെങ്കിലും ഊഹിച്ചെടുക്കാൻ? എന്നോടെന്നുള്ളതല്ല, അദ്ദേഹം ഒരു പോലീസിലെ ഏറ്റവും മോശപ്പെട്ട ക്രിമിനലാണ്. അപ്പോൾ ഈ കേരള പോലീസ് ചരിത്രത്തിൽ 2 കേസിൽ ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കാണാൻ കഴിയുമോ? കാണാൻ കഴിയത്തില്ല. ഇദ്ദേഹത്തെ 2 കേസിൽ നിലവിൽ ശിക്ഷിച്ച് അദ്ദേഹം അപ്പീൽ കൊടുത്ത് നിൽക്കുന്ന ആളാണ്. പിന്നെ നിരവധിയായ കേസുകൾ അദ്ദേഹം പ്രതിയാണ്. ഇപ്പോൾ പല കൈക്കൂലി കേസ്, തിരിമറി കേസുകളെ, അതുപോലെ ക്രിമിനൽസിനെ സഹായിച്ച കേസ്, പോലീസ് ഹയർ ഉദ്യോഗസ്ഥർക്ക് എതിരെ തന്നെ കേസുകൾ കൊടുക്കുന്ന ആള്. ഇപ്പൊ പത്തനംതിട്ടയിലെ SP ആയിരുന്ന ഒരു വിനോദ് കുമാറാണ്. അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്നു. അത് വാർത്തയാക്കാൻ വേണ്ടി താല്പര്യം. അപ്പൊ പോലീസിലെ ഒരു ക്രിമിനലാണ് ഇദ്ദേഹം. ഓക്കെ, ഇയാൾ ഇപ്പോൾ DYSP തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ടും ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമില്ല. അതെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തൊട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസവും ഒരു ഇടത് യുവജന സംഘടനയുടെ പ്രതിനിധി കൂടിയായ താങ്കളുടെ ഗതി ഇതാണെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം 10 വർഷമായിട്ട് ഇടത് സർക്കാർ ഭരിക്കുന്നു. താങ്കളെ മർദ്ദിച്ച് അവശരാക്കിയ ഒരു ഉദ്യോഗസ്ഥന് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി DYSP തുടരുകയും ചെയ്യുന്നു. അല്ല, ഈ പോലീസ് മർദ്ദനങ്ങളെ ആകെ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് നയമുണ്ട്. ആ നയം ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത സമയത്താണ് ഞാൻ ഈ റിപ്പോർട്ടിന്റെ കോപ്പി എല്ലാം എടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി മുഖ്യമന്ത്രിയെ
അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് വിവരങ്ങളാകെ ധരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അപ്പോഴാണ് അത് പെട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് എന്നോട് പറയുന്നുള്ളത്. ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പ്രതീക്ഷയിലിരിക്കുകയാണ് ജയകൃഷ്ണൻ. 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അയാളുടെ നേതൃത്വത്തെ കാക്കി ഊരിക്കും അല്ലേ? പിന്നെ ആവില്ല. പിന്നെ എല്ലാവരെയും പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയത്തില്ലെന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. എനിക്ക് ഏതാണ്ടൊരു 10 കൊല്ലം മുമ്പ് എനിക്ക് 15 ലക്ഷം രൂപ ഓഫർ ചെയ്താണ് ഇടനിലക്കാരനെ ഉപയോഗിച്ച് മധു. അപ്പൊ എല്ലാവരെയും പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് ഇത്തരം ക്രിമിനൽ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. ഓക്കെ, തീർച്ചയായും ജയകൃഷ്ണൻ, അത് നിയമം നീതിയും താങ്കളുടെ പക്ഷത്താണെങ്കിൽ അത് വിജയിക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. താങ്ക് യു ജയകൃഷ്ണൻ.